നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. സപ്താശീതിതമ സർഗ 87-ാം സർഗത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയ അർത്ഥമൊന്ന് ചിന്തിച്ചിരുന്നു. ഇന്ന് 13 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. 13 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങൾ. 13-ാമത്തെ ശ്ലോകം. ഭ്രാതാ മേ ക്വാ വസദ് രാത്രൗ ക്വ സീതാ ക്വ ച ലക്ഷ്മണഃ അസ്വപച്ഛയനേ കസ്മിൻ കിം ഭുക്ത്വാ ഗുഹശംസമേ. സോബ്രവീത് ഭരതം ഹൃഷ്ടോ നിഷാദാധിപതിർഗുഹഃ യദ്വിധം പ്രതിവേദേ ച രാമേ പ്രിയഹിതോയേതിഥോ. അന്നമുച്ചാവചം ഭക്ഷ്യ ഫലാനി വിവിധാനി ച രാമായാഭ്യവഹാരാർത്ഥം ബഹുശോപഹൃതം മയാ. തത്സർവം പ്രത്യനുജ്ഞാസീത രാമ സത്യപരാക്രമഃ നഹി തത് പ്രത്യഗൃഹ്ണാത് സ ക്ഷത്രധർമ്മമനുസ്മരൻ. നഹ്യസ്മാഭിപ്രതിഗ്രാഹ്യം സഖേദേയം തു സർവദാ ഇതി തേന വയം സർവേ അനുനീതാ മഹാത്മനാ. ലക്ഷ്മണേന യദാ നീതം പീതം വാരി മഹാത്മനാ ഔപവാസ്യം തദാ കാർഷീദ് രാഘവഃ സഹ സീതയാഃ. തതസ്തു ജലശേഷേണ ലക്ഷ്മണോऽപ്യകരോत् തദാ വാഗ്യതാസ്തേ ത്രയഃ സന്ധ്യാം സമുപാസന്ത സംഹിതാ. സൗമിത്രിസ്തു തതഃ പശ്ചാത് കരോത്സാസ്തരം ശുഭം സ്വയമാനീയ ബർഹിംഷിം ക്ഷിപ്രം രാഘവകാരണാത്. തസ്മിൻ സമാവിശദ് രാമ സ്വാസ്തരേ സഹ സീതയാ പ്രക്ഷ്യാള ച തതോ പാദൗ വ്യാപാക്രമാത് സ ലക്ഷ്മണഃ. ഏതത്ത്വദിങ്കുദീമൂലം ഇദമേവ ച തതൃണം യസ്മിൻ രാമച്ഛ സീതാ ച രാത്രിം താം ശൈതാവൃഭൗ. നിയമ്യ പൃഷ്ഠേ തു തുലാങ്കുലീത്രവാൻ ശരൈ സുപൂർണാ വിഷുതി പരന്തപഃ മഹദ്ധനു സജ്ജമുപോഹ്യ ലക്ഷ്മണോ നിശാമതിഷ്ഠത് പരിതോഷ്യ കേവലം. തതസ്ത്വഹം ചോത്തമബാണചാപഭൃത് സ്ഥിതോ ഭവം തത്ര സ യത്ര ലക്ഷ്മണഃ അതന്ത്രിതൈർജ്ഞാതിഭിരാത്തകാർമുകൈർ മഹീന്ദ്രകൽപ്പം പരിപാലയം സ്തദാ. 87-ാം സർഗത്തിലെ 13 തുടങ്ങി
24 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. പിന്നെയും ഭരതൻ രാമനും ലക്ഷ്മണനും സീതയുമൊക്കെ എവിടെയാണ് രാത്രി കിടന്നതെന്നും എങ്ങനെയായിരുന്നു അവരുടെ കിടക്ക എന്നും എന്താണ് അവർ ഭക്ഷിച്ചത് എന്നുമെല്ലാം ചോദിക്കുകയാണ് ഭരതൻ. ഭരതന് ഇതെല്ലാം അറിയാൻ എന്തൊരാകാംക്ഷയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരം ഗുഹൻ വിശദീകരിച്ചു പറയുകയാണ്. ശ്ലോകം 13. ഭ്രാതാ മേ ക്വാ വസദ്രാത്രൗ ക്വ സീതാ ക്വ ച ലക്ഷ്മണഃ അസ്വപച്ഛയനേ കസ്മിൻ കിം ഭുക്ത്വാ ഗുഹശംസമേ. ഗുഹനോട് ഭരതൻ ചോദിക്കുകയാണ്, എൻ്റെ ഭ്രാതാവും സീതയും ലക്ഷ്മണനും രാത്രി എവിടെയാണ് കിടന്നത്? എവിടെയാണ് ശയ്യ ഉണ്ടാക്കിയത്? എന്താണ് ഭക്ഷിച്ചത്? എല്ലാം എന്നോട് പറഞ്ഞാലും. ശ്ലോകം 14. സോബ്രവീത് ഭരതം ഹൃഷ്ടോ നിഷാദാധിപതിർഗുഹഃ യദ്വിധം പ്രതിവേദേ ച രാമേ പ്രിയഹിതേ തിഥൗ. ശ്ലോകം 14ൻ്റെ അർത്ഥം: നിഷാദാധിപതിയായ ഗുഹൻ തൻ്റെ പ്രിയപ്പെട്ട അതിഥിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഉണ്ടായ പ്രകാരം സന്തോഷത്തോടെ വർണ്ണിച്ചു. ശ്ലോകം 15. അന്നമുച്ചാവജം ഭക്ഷ്യ ഫലാനി വിവിധാനി ച രാമായാഭ്യവഹാരാർത്ഥം ബഹുശോപഹൃതം മയാ. ശ്ലോകം 15ൻ്റെ അർത്ഥം: ഞാൻ പലതരത്തിലുള്ള പഴങ്ങളും മറ്റു ഭോജ്യങ്ങളും അവർക്ക് ആഹരിക്കാനായി കൊണ്ടുവന്നു. ശ്ലോകം 16. തത്സർവം പ്രത്യജിജ്ഞാസീത് രാമ സത്യപരാക്രമഃ നഹി തത് പ്രത്യഗൃഹ്ണാതാത് സക്ഷത്രധർമ്മമനുസ്മരൻ. 16ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: സത്യപരാക്രമനായ അദ്ദേഹമാകട്ടെ ക്ഷാത്രധർമ്മത്തെ അനുസരിച്ച് അതൊന്നും സ്വീകരിക്കുകയുണ്ടായില്ല, എല്ലാം തിരികെ തരികയാണ് ഉണ്ടായത്. ശ്ലോകം 17. നഹ്യസ്മാഭിപ്രതിഗ്രാഹ്യം സഖേദേയം തു സർവദാ ഇതി തേന വയം സർവേ അനുനീതാ മഹാത്മനാ. ശ്ലോകം 17ൻ്റെ അർത്ഥം: അല്ലയോ സഖേ, ഞങ്ങൾ ക്ഷത്രിയർ എപ്പോഴും കൊടുക്കുക എന്ന ധർമ്മമുള്ളവരാണ്, വാങ്ങുക എന്നത് ഞങ്ങളുടെ ധർമ്മമല്ല എന്നിങ്ങനെ മഹാത്മാവായ അദ്ദേഹം ഞങ്ങളെ അനുനയിപ്പിച്ചു, രാമൻ അനുനയിപ്പിച്ചു. ശ്ലോകം 18. ലക്ഷ്മണേന യദാനീതം പീതം വാരി മഹാത്മനാ ഔപവാസ്യം തദാകർഷീത് രാഘവ സഹസീതയാ. ശ്ലോകം 18ൻ്റെ അർത്ഥം: മഹായശസ്വിയായ ലക്ഷ്മണൻ കൊണ്ടുവന്ന വെള്ളം കുടിച്ച് സീതാദേവിയോടുകൂടി ഉപവാസം അനുഷ്ഠിച്ചു. ശ്ലോകം 19. തതസ്തു ജലശേഷേണ ലക്ഷ്മണോപ്യകരോത്തതാ വ്യാഗ്യതാസ്തേ ത്രയസന്ധ്യാം സമുപാസന്ത സംഹിതാഃ. ശ്ലോകം 19ൻ്റെ അർത്ഥം: ബാക്കി വെള്ളം ലക്ഷ്മണനും കുടിച്ചു. അവർ ഒന്നും പറയാതെ സന്ധ്യാവന്ദനം ചെയ്ത് ധ്യാനനിരതരായി. ശ്ലോകം 20. സൗമിത്രസ്തു തതപശ്ചാദകരോത്സ്വരം ശുഭം സ്വയമാനീയ ബർഹിംഷി ക്ഷിപ്രം രാഘവകാരണാത്. ശ്ലോകം 20ൻ്റെ അർത്ഥം: ലക്ഷ്മണൻ പിന്നെ ദർഭപുല്ലുകൾ കൊണ്ടുവന്ന് വിരിപ്പുണ്ടാക്കി ശ്രീരാമനുള്ള ശയ്യ തയ്യാറാക്കി. ശ്ലോകം 21. തസ്മിൻ സ്വാമാവിശദ് രാമ സ്വാസ്തരേ സഹസീതയാ പ്രക്ഷ്യാള്യ ച തതോപാദൗ വ്യപാക്രാമാത് സ ലക്ഷ്മണഃ. ശ്ലോകം 21ൻ്റെ അർത്ഥം: സീതയോടുകൂടിയ ശയനത്തിൽ അദ്ദേഹം ഇരുന്നു.
അവരിരുവരുടെയും പാദങ്ങൾ ക്ഷാളനം ചെയ്ത്, അതായത് കഴുകി, ലക്ഷ്മണൻ എൻ്റെ അടുത്തേക്ക് പോന്നു. ശ്ലോകം 22. ഏതത്തതിങ്കുതീമൂലം ഇതമേവ ച തൃണം യസ്മിൻ രാമച്ഛ സീതാ ച രാത്രിം താം ശയിതാവുഭൗ. ശ്ലോകം 22. അവർ കിടന്ന ആ പുൽക്കിടക്കയും ആ ഇങ്കുതി മരച്ചോടും ഇതാണ്. രാമനും സീതയും കിടന്നത് ഇവിടെയാണ്. ആ മരം കാണിച്ചു കൊടുക്കുകയാണ് ഗുഹൻ. ശ്ലോകം 23. നിയമ്യ പൃഷ്ടേതു തലാങ്കുലിത്രവാൻ ശരൈ സുപൂർണാ വിശുധീപരന്തപഃ മഹദ്ധനുസജ്ജമുപോഹ്യ ലക്ഷ്മണോ നിശാമതിഷ്ടത്പരിതോഷ്യ കേവലം. ശ്ലോകം 23 അർത്ഥം: ശത്രുനാശകനായ ലക്ഷ്മണൻ ശരങ്ങൾ നിറഞ്ഞ 2 ആവനാഴികൾ പിൻപുറത്ത് കെട്ടിക്കൊണ്ട്, കൈപ്പടങ്ങൾക്കും വിരലുകൾക്കും തോലുറ ഇട്ടും കൊണ്ട്, വലിയ വില്ല് ഞാൻ കെട്ടി സജ്ജമാക്കി സമീപത്തായി രാത്രി മുഴുവനും കാവൽ നിന്നു. 87-ാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം. 24-ാമത്തെ ശ്ലോകം. തതസ്ത്വഹം ചോത്തമബാണചാപഭൃത് സ്ഥിതോ ഭവം തത്ര സ യത്ര ലക്ഷ്മണഃ അതന്ത്രിതൈജ്ഞാതിഭിരാത്തകാർമുകൈർ മഹീന്ദ്രകൽപ്പം പരിപാലയം സ്തദാ. 24-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഞാനും മികച്ച അമ്പും വില്ലും ഒരുക്കി, അതായത് ഗുഹൻ, ഞാനെന്ന് പറയുന്ന ഗുഹൻ തന്നെ, മികച്ച അമ്പും വില്ലും ഒരുക്കി ലക്ഷ്മണനടുത്ത കുലച്ച വില്ലേന്തിയ ബന്ധുക്കളോടൊപ്പം മഹേന്ദ്ര തുല്യനായ അദ്ദേഹത്തെ പരിപാലിക്കാനായി കാവൽ അനുഷ്ഠിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.